സംഗീത ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടി ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം സ്റ്റവ് ഓണാക്കി ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെക്കാം കേട്ടോ. അത് ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും വെള്ളം തിളക്കട്ടെ. ഇപ്പോൾ ബീൻസ്, ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കൻ, വെളുത്തുള്ളി ഇതാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അത് വേണ്ടി ഇപ്പോൾ ബീൻസ് കട്ട് ചെയ്തു, ക്യാരറ്റ് കട്ട് ചെയ്തു, സവാള കട്ട് ചെയ്ത്, ക്യാപ്സിക്കം കട്ട് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കണം. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കല്ലിൽ സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. പക്ഷേ ഫസ്റ്റ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് നമുക്ക് കറക്റ്റ് കിട്ടില്ല കേട്ടോ. മെഷർമെൻറ്റ് ശരിയാവില്ല. കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണേ. 2-3-4 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്. തിളച്ചൊക്കെ വന്ന ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെച്ച അരി നമുക്കതിലോട്ട് ഇടാം കേട്ടോ. ബസ്മതി റൈസ്. ആ വെള്ളം ഒഴിക്കണ്ട, അത് വെള്ളത്തിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരിയാവുന്ന ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട എഗ്ഗ് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പൊരിച്ച് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഉപ്പ് 4 എഗ്ഗാണ് എടുത്തേക്കുന്നത്. 4 എഗ്ഗും ഉപ്പും പെപ്പർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കുരുമുളക് പെപ്പർ പൗഡർ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഫസ്റ്റ് ഞാൻ 3 എഗ്ഗുള്ള എടുത്തത്, പിന്നെ ഒരു എഗ്ഗും പാടെ ആഡ് ചെയ്തു കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതിലോട്ട് ചിക്കനോ ഒന്നും കൂട്ടണില്ല കേട്ടോ. അപ്പോൾ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സോട്ട് ചെയ്യുക. ഒരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ എഗ്ഗ് ഒന്ന് അതിലോട്ട് ഒഴിച്ച് വറുത്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം അങ്ങനെ കറക്റ്റായിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ആ എഗ്ഗ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആവട്ടെ. ഇപ്പം ഓക്കെ ആയി വന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അരി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. തിളച്ച് ഒരു വേവായിട്ടില്ല, ഒരു മീഡിയം വേവായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും അത് ഓക്കെ ആവും. അപ്പോൾ എഗ്ഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്കും റൈസ് വേവ് റെഡി ആയിട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. 750 ഗ്രാം ആട്ടോ റൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ നമ്മളത് ഊറ്റിയൊക്കെ എടുത്ത് ഇനി അതിൻ്റെ വെള്ളം പോട്ടെ കേട്ടോ. അതുവരെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ആവശ്യത്തിന്. നന്നായി ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇനി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ടത്. ഓക്കെ, നമ്മളത് ഇട്ടിട്ടുണ്ട്. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം.
2-3 ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട് കേട്ടോ, ചെറിയൊരു എരിവിന് ഇതിന് വേണ്ടിയിട്ട്. ആരും അങ്ങനെ ഇടാറില്ല, പക്ഷെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ജസ്റ്റ്. ഇത് ഇനി ഒരു സവാള കേട്ടോ. സവാള നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതിയേ. വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ ജസ്റ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ, കുഴഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ ബീൻസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് അതിലോട്ട് ക്യാരറ്റ് ഇടാം കേട്ടോ. ഓക്കെ, നമ്മൾ ക്യാരറ്റും ഇട്ട് അതൊന്ന് സോട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, കൂടുതൽ സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് പറയണേ. ഇനി നമുക്ക് ക്യാപ്സിക്കൻ ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂട് ഇളക്കിയാൽ മതി, ഫ്ലെയിം ഹൈ ആക്കണം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ. അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, അതിന് ശേഷം സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതെൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അതെന്തോ സംഭവിച്ചു, കാണുവാനില്ല. അത് കഴിഞ്ഞ് ഞാൻ അതിലോട്ട് റൈസും ഇട്ടു, എഗ്ഗും ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേണ് കേട്ടോ. സോയാ സോസ് ഒഴിച്ചത് എന്തോ സംഭവിച്ചു പോയി കേട്ടോ, മിസ്സായിപ്പോയേ. ആ സോയാ സോസ് തന്നെ ആവശ്യത്തിന് ഉപ്പിൻ്റെ ഇതുണ്ടാവും, അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ റൈസിലൊന്നും ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നന്നായിട്ട് സോയാ സോസും അതിൻ്റെ വെജിറ്റബിൾസും എല്ലാം എഗ്ഗും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പെപ്പർ പൗഡറിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം എപ്പോഴും ഹൈ ആയിരിക്കണം, ഫ്ലെയിം ലോ ആക്കരുത് കേട്ടോ. കുറച്ചും കൂടി പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു സ്വല്പം സോയാ സോസും പാടെ ഒഴിച്ചേ. നമ്മൾ റൈസ് ഇളക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, കാരണം അല്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞ് റൈസ് പോവും, കട്ടായി പോവേ, അപ്പം അങ്ങനെ ആവരുതേ. അപ്പോൾ ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ ഫ്രൈഡ് റൈസ് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉമ്മേൻ്റെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. വീഡിയോ എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞാൻ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വളരെ മറച്ച് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇനി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ അടിച്ചു പിടിക്കണം.